وأزكى تحياتي على المصطفى المختار خير البريات أصيح وإن عقل عسير وإنها إلى طيبة المولى شفيعي فإنها أحد الخطا من باك قال أخنها هبيتها ونجد وذاك لأنها يمر على باب الحبيب هواها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات അസീഹു ഞാൻ സഞ്ചരിക്കുന്നു. സാഹ യസീഹുന്റെ മുലാരിയ ഫീലാണ്. അതിൽ നിന്നാണ് മസീഹ്, ധാരാളം സഞ്ചാരം ചെയ്യുന്ന ആളുകൾ. എവിടത്തേക്ക്? അതിന്റെ താലൂക്കടുത്തേക്ക് ഇലാ ത്വയ്ബത്തിൽ മൗല, മൗലയുടെ ത്വയ്ബയിലേക്ക് ഞാൻ സഞ്ചരിക്കുന്നു. വൈൻ ആക്കൽ അഷീറു, കുടുംബക്കാര് അതിനെ പരങ്ങിയാലും, വൈന്നഹ വിരോധിച്ചാൽ ഞാൻ എന്താക്കും? ത്വയ്ബയിലേക്ക് സഞ്ചരിക്കുന്നു. കാരണം ഫഇന്നഹ ത്വയ്ബ എന്നത് മഹത്തുൽ ഖതാ, കണ്ടാ, ഖതായകള് ഇറക്കി വെക്കേണ്ട സ്ഥലമാണ്. ഖാല അഖുൻ നുഹാ, നുഹ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക പറയില്ലേ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിന്നുഹാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു ബുദ്ധിജീവിയായ ഒരാള് പറഞ്ഞെന്താ, ഹബീതു ഹവാ നജ്ദിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നജ്ദിന്റെ ഹവാനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന്. എന്തുകൊണ്ട്? ലിഅന്നഹാ യമറു അലാ വാദിൽ ഹബീബി, ഹബീബിന്റെ വാദിയിൽ കൂടിയാണ് കാറ്റടിക്കുന്നത്. അതുകൊണ്ട് കാറ്റിനോട് എനിക്ക് വലിയ മഹബത്താണ്. അതേ വാക്ക് ഞാനും പറയുന്നു എന്നാ പറഞ്ഞു. യമറുന്റെ ഫായില് ഹവാഹ, ലിഅന്നഹാ യമറു ഹവാഹ അലാ വാദിൽ ഹബീബ്. ഇനി മൂപ്പറ് ദുആകളാണ്, മജ്സാത്ത് കൂടുതൽ ഇതിനില്ല. فيا نفسي هذا الشوق واختبطي وجلي فؤادنا وهو واربطي به وعي واسمعي شوقا ما قال خاطبه هوى طيبات هل طاب إلا من طيبه وهل فاح إلا من شذاه شذاها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات فيا نفسي, അസലുണ്ടാവും നഫ്സി എന്നുണ്ടാവും. മുതക്കല്ലിമിനെ ഞാൻ കളഞ്ഞിട്ട് കസന അവിടെ നിർത്തും. ഫയാ നഫ്സി, എന്റെ നഫ്സേ, ഹാദ ശൗഖാൻ, ഈ ഷൗക്ക് നീ മുറുകെ പിടിച്ചോ, അത് വിട്ടുകളയണ്ട. ആ ഷൗക്ക് കൊണ്ട് നീ വലിയ അനുഗ്രഹം കിട്ടാൻ സന്തോഷിച്ചോന്നാണ്. കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കിട്ടിയിട്ട് ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് കിട്ടിയിട്ട് നീ വലിയ ഒരു നിയമത്താണ് കിട്ടിയതെന്ന് മനസ്സിലാക്കിയത് മുറുകെ പിടിച്ചെന്ന് പറഞ്ഞു. എന്നിട്ടോ മജൂദി, നീ ബലിക്കണം. നഫ്സിനോടാ പറയുന്നത്. ജറയും അന്റെ അമ്പ് ബലിക്കണം. എന്റെ ഫുആദിനെ, എന്റെ മനസ്സിനെ എന്താക്കണം? വലിച്ചു കൊണ്ടുപോകണം. എവിടത്തേക്ക്? നഹ്വഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്.
എന്നിട്ടോ ഫുആദിനെ അവിടെ കൊണ്ടുപോയി കെട്ടണം എന്ന് പറഞ്ഞു. അവിടുന്ന് വിട്ടുകളയാൻ പാടില്ല. അമ്രാണ് ഈ. അപ്പൊ ഇങ്ങനെ ഈ എന്നേ ഉണ്ടാവുള്ളൂ, ഒറ്റ അക്ഷരേ ഉണ്ടാവുള്ളൂ. ഫി എന്ന് പറഞ്ഞ പോലെ ഫി വഫായ ഫീന്റെ അമ്രങ്ങനെ വരും ഫി. അത് പെണ്ണിനോട് ഖിതാബായിട്ട് നഫ്സിനെ അന്നസായിട്ടാണല്ലോ പ്രയോഗിക്കല്. അപ്പൊ വഴി നീ മനപ്പാടമാക്ക്. പിന്നെ വസ്മഈ നീ കേക്ക്, ഷൗക്കോട് കൂടി കേക്ക്. എന്തിനെ? വസ്മഈന്റെ വാക്കിയാണ് മക്കാല ഖതീബിഹി. അവിടുത്തെ ഖതീബിന്റെ മക്കാലാണ്. ഖതീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ് അവിടെ ഖതീബ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് കലാമൽ മുഹദ്ദിസീന ബിമദ്ഹിഹി എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. അവിടെ മദ്ഹും ഷമായിലും അതുപോലെ ചരിത്രങ്ങളൊക്കെ പറയുന്ന ആളുണ്ടാവും. അത് പറയുന്നത് നീ ശരിക്ക് കേട്ട് മനപ്പാടമാക്കി വെക്കണം. കലാമൽ മുഹദ്ദിസീന ബിമദ്ഹിഹി, തങ്ങളുടെ മദ്ഹ് കൊണ്ട് ഹദീസ് പറയുന്ന ഒരു ഇമാം ഉണ്ടാവില്ല, ഒരു ഖതീബ്. അവിടുത്തെ അത് നീ എന്താക്കണം? മനപ്പാടമാക്കി വെക്കണം. ഹവാ ത്വയ്ബത്തിൻ, അത് പുതിയ തുടക്കം. ഹവാ ത്വയ്ബത്തിൻ, ത്വയ്ബത്തിലുള്ള കാറ്റ്. ഹൽ ത്വാബ, അത് നല്ല മണമുടയതായിട്ടില്ല. ഇല്ലാ ബിത്വയ്ബിഹി, തങ്ങളെ തീബ് കൊണ്ടല്ലാതെ എന്താക്കി തയ്യിബായിട്ടില്ലല്ലോ, മണം കിട്ടിയിട്ടില്ല. വഹൽ ഫാഹ ശദാഹ, ശദാ എന്ന് പറഞ്ഞാൽ തയ്യിബ് റായിഹത്ത് എന്നാണ്, പരിമളം. അപ്പോൾ ആ തയ്യിബന്റെ പരിമളം അടിച്ചു വീശിയിട്ടില്ലല്ലോ. ഇല്ലാ മിൻ ശദാഹു, തങ്ങളുടെ പരിമളത്തിൽ നിന്നല്ലാതെ. അപ്പൊ മദീനക്ക് നല്ല പരിമളമുണ്ട്. അതെവിടുന്ന് കിട്ടി? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പക്കന്ന് കിട്ടിയതാണ്. അവിടെ നിങ്ങൾ അത്. അപ്പൊ ഇവിടെ എന്താ ഈ ഫാഹ എന്ന് പറഞ്ഞാൽ അടിച്ചു വീശുക. അപ്പൊ ഒന്നാമത്തെ വരിയും രണ്ടാമത്തെ വരിയും ഏകദേശം അർത്ഥം തന്നെ. തയ്യിബത്തിലുള്ള കാറ്റെന്തായി? തയ്യിബായി, തങ്ങളെ തയ്യിബ് കൊണ്ട് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടുന്ന് പരിമളം വീശിയത് തങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും അല്ലാതെ ഇല്ല. ഇനി من الصلوات العاطرات مسيب ومن عرفها كل الورى متطيب هموم الصبا من أرض طيبة طيب فلله ما أحلى هموم صباها. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. فلا زال ആയിക്കൊണ്ടേയിരിക്കട്ടെ, അത് തുടർച്ചയായി ഉണ്ടാവാനാ പറയുന്നത്. യസ്കി, കുടിപ്പിക്കണം. എങ്ങനെ? സയ്യിബുൻ എന്നാണ് സദാ കോരിച്ചൊറിയുന്ന മഴ. ഖുർആനിൽ ഔക സയ്യിബിൻ മിനസ്സമാ, ഒറ്റ ഒലിച്ച് കോരിച്ചൊറിയുന്ന മഴ. ആരിലേക്ക് കുടിപ്പിക്കട്ടെ? ഖബർ അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശരീഫിലേക്ക്. എന്തിന്റെ മഴ? മിനസ് സലവാത്തി, സലവാത്തിനാലുള്ള മഴ. ഇതിന്റെ വെള്ളം ചൊരിയുന്ന മഴയല്ല. എങ്ങനത്തെ സലവാത്ത്? അൽ ആതിറാത്തി, നല്ല മണമുള്ള പരിമളമുള്ള അത്തർ. മുസയ്യിബുൻ, മുസയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം നല്ലോണം ഒഴിപ്പിക്കുന്നത്. അപ്പൊ കോരിച്ചൊഴിയുന്ന സയ്യിബുൻ മുസയ്യിബുൻ എന്നുണ്ടായി. അതെ, സയ്യിബിന്റെ സിഫത്ത് മുസയ്യിബ്. സലവാത്തിന്റെ മഴ സദാസമയത്തും തങ്ങളുടെ ഖബർ ശരീഫിലേക്ക് കുടിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പൊ സലാത്തിനെ ഒന്ന് വർദ്ധിപ്പിച്ചു പറഞ്ഞു. വമിൻ അർഫിഹാ കുല്ലുൽ വറാ മുതതയ്യിബുൻ. അപ്പൊ കുല്ലുൽ വറാ മുതതയ്യിബുൻ മിൻ അർഫിഹാ, എല്ലാ സൃഷ്ടികളും സുഗന്ധം ഉടയതാകുന്നത് മിൻ അർഫിഹാ, ആ സലവാത്തിന്റെ അർഫിനാലാണ്. സലാത്തിന്റെ
സബാന്റെ കാറ്റടിക്കല്. സബ എന്ന് പറഞ്ഞാൽ എന്താ? കിഴക്കൻ കാറ്റ്. കിഴക്കുന്ന് ഇങ്ങോട്ടടിക്കും, അങ്ങനെ ഇങ്ങോട്ടടിക്കും, ഇങ്ങനെ അങ്ങോട്ടടിക്കും, അങ്ങനെ ഇങ്ങോട്ടടിക്കും. 4 കാറ്റുണ്ടെന്നാ പറയുന്നത്. ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ്. സബ അത് വെളിയെ കൊണ്ടാലും മറ്റും നല്ല തടിക്ക് നല്ല റാഹത്തും സുഖവും ഉണ്ടാകുന്നത് കൊണ്ടാണ് അതെടുത്ത് പറയുന്നത് ദീപ സബ. അതിന്റെ കാറ്റടിക്കല് മീനർന്ന് തൊയ്ബ, തൈബന്റെ നാട്ടിൽ നിന്ന്, തൈബന്റെ ഭൂമിയിൽ നിന്ന് സബാന്റെ കാറ്റടിക്കൽ തയ്യിബാണ്. സബ എന്ന വർണ്ണത്തിന്റെ ഖബറാണ് തയ്യിബ്. ഇവിടുന്ന് കാറ്റടിക്കൽ അള്ളാഹുനെ തന്നെ സത്യം. തൈബയിൽ അടിക്കുന്ന ആ കാറ്റുണ്ടല്ലോ, അതിന്റെ അടിക്കൽ എത്രമാത്രം മധുരമുള്ളതാണെന്ന് അറിയോ? തൈബന്റെ സഭ അടിക്കലി എന്തൊരു മധുരമുള്ള കാറ്റാന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹനെ തന്നെ സത്യം ചെയ്തിട്ടാ പറയുന്നു. ഇനി ومن زارها حبا وحمي عرضها ينال جنة عرض السماء كعرضها فلما أرانيها إلهي بعرضها هتكت سطور صبري عن نسمي أرضها فمحبوب قلبي في عزيزي سراها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات ومن زارها طيبയെ ഒരാൾ സിയാറത്ത് ചെയ്താൽ എന്റെ ജവാബ് പറയും. എന്താണ് യനൽ? യനൽ തൊട്ടപ്പുറത്തെ വരിയിലത യനൽ, യനാലോ എന്നതിന്റെ മുതാരി യനൽ. അപ്പൊ ഹുബ്ബൻ, ഹുബ്ബാൽ അതിനെ സിയാറത്ത് ചെയ്തു. ഇനി വഹാമിയ ഇർദിഹ എന്ന് പറഞ്ഞത് ഹാന്റെ മുകളിൽ അത്തഫാക്കിയിട്ടാണ് ബഅ്ദുൽ ഉലമാ പറഞ്ഞത്. സാറഹ അപ്പൊ തൈബനെ സിയാറത്ത് ചെയ്തു. വഹാമിയ ഇർദിഹ, തൈബന്റെ അഭിമാനം സംരക്ഷിക്കുന്ന ഒരു നബിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തായി? ആദ്യ അമ്മായി, പിന്നെ ഖാസായി. ഖാസൊന്ന്. അപ്പൊ തൈബന്റെ മഹത്വവും അതിന്റെ അഭിമാനവും ആർക്ക് വേണ്ടിയിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങളെയും സിയാറത്ത് ചെയ്ത്. അപ്പൊ മദീന മൊത്തത്തിലും തങ്ങളെ ഖാസായിട്ട്. അല്ലെങ്കിൽ ഹുബ്ബന്റെ മേലെ അറ്റഫാക്കിയാൽ എങ്ങനെ ആക്കുന്നറിയോ? ആ തൈബന്റെ ബഹുമാനങ്ങളും മറ്റും കാത്തു സൂക്ഷിച്ച് വളരെ അതോടുകൂടി ഹുബ്ബോടുകൂടി സിയാറത്ത് ചെയ്തു. അങ്ങനെയും പറഞ്ഞു വരും. രണ്ടാലും കാര്യം ഒന്നിലേക്ക് തന്നെ എത്തും. അതിന്റെ ഇറത് തൈബക്ക് അല്ലാഹു തആല കൊടുത്ത വലിയ അന്തസ്സും അഭിമാനവും ബഹുമാനവും ഉണ്ട്. അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം സിയാറത്ത് ചെയ്യുന്നത്. അതെ. അപ്പൊ 2000 ഇറുത് അഭിമാനം എന്ന് പറയുന്നത് മഹാന തമ്മീരടുത്തേക്ക് തൈബയിലേക്ക്. എന്നാൽ ജനൽ അവൻ കരസ്ഥമാക്കും ജന്നത്ത്, സ്വർഗത്തിനെ. എങ്ങനത്തെ സ്വർഗം? ആകാശത്തിന്റെ വീതി ഈ സ്വർഗത്തിന്റെ വീതി പോലെയാണ്. അപ്പൊ എന്താ ഖുർആനിൽ നമുക്ക് പറഞ്ഞാൽ അർദുഹാർദിഷ്ടമായി. അപ്പൊ കാണപ്പെടാത്തതിനെ കാണുന്നതിനോട് ഗ്യാസാക്കിട്ട് പറഞ്ഞു. അത് നമുക്ക് കണ്ടില്ല. ആകാശത്തിന്റെ വീതി. അപ്പൊ നീളം എന്താ പറയുന്നത്? വീതി തന്നെ ഇത്ര ഉണ്ടെങ്കിൽ നീളം സാധാരണ നീളത്തിലുള്ളതിനല്ലേ തോല് എന്ന് പറയുന്നത്. ഇതിന്റെ തോല് എവിടെയെന്ന്? ഇത് തോലും ഇതാർന്നു. അപ്പം വീതി തന്നെ ഇത്ര ഉണ്ടെങ്കിൽ നീളം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാല. അപ്പൊ ഇപ്പൊ എന്താണെന്നറിയോ? ജന്നത്തൻ അർദുസ്സമായി അർദിഹാന്നാണ്. ആകാശത്തിന്റെ അർദ് സ്വർഗത്തിന്റെ അർദ് പോലെയാണ്. രണ്ടും ഉത്തരം തന്നെ. പക്ഷെ എന്തെന്ത് ഓരോ സാധനം മുന്തിക്കുന്നതും ബന്ധിക്കുന്നതിലും കുറെ വ്യത്യാസമുണ്ട്.
വർഷത്ത് എന്ന് ചോദിക്കുന്നു, ഇവിടെ ചെരിപ്പ് വെക്കരുത് എന്ന് പറഞ്ഞാലോ, ചെരിപ്പ് ഇവിടെ വെക്കരുത്. കെലിമ രണ്ടും കണക്കാന്ന്, ജുംലയും കണക്കാണ്. ഒന്നിങ്ങനെ മറിച്ചിട്ടെന്താണ് ഉദ്ദേശത്തിന്റെ വ്യത്യാസമില്ല ഉണ്ട്. ഇവിടെ എന്തെല്ലോ സാധനം വെക്കാം, ചെരിപ്പ് വെക്കാൻ പാടില്ല. അപ്പൊ വെക്കാൻ പാടില്ലാത്ത സാധനമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് വെറുതെ വെച്ചാം അല്ലേ? മറ്റേ സ്ഥലത്തൊന്നും ചെരുപ്പ് ഇവിടെ വെക്കരുത്. അങ്ങനെ പാത്രത്തിൽ ചായ ഉണ്ട്, ഫ്ലാസ്കിൽ ചായ ഉണ്ട്, ചായ ഫ്ലാസ്കിലുണ്ട്. അപ്പൊ ചായ അന്വേഷിക്കുന്ന ആൾക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കലാന്ന് എന്നുകൊണ്ട് ഫ്ലാസ്കിലാന്ന് പറയും. ഫ്ലാസ്കിൽ എന്തോ സാധനമുണ്ട്, എന്താണെന്ന് അറിയാത്ത ആക്കാന്ന് എന്താക്കണേ അത് പറഞ്ഞു കൊടുക്കും. അതിന് മക്സൂദുണ്ടല്ലോ. അപ്പൊ അർമുസമായി ആകാശത്തിന്റെ വീതിക്കാർന്നിഹ, ആ സ്വർഗത്തിന്റെ അർന്ന് പോലെയാണ്. അങ്ങനെയുള്ള ഒരു സ്വർഗം കിട്ടും. ജോബർ പറയുന്നത് ഫലമ്മ അറാനീഹ, അതിനെ അല്ലാഹു തആല എനിക്ക് കാണിച്ചു തന്നു. ഇലാഹി, എന്റെ ഇലാഹ് എങ്ങനെ കാണിച്ചത്? ബി അർദിഹ, അതിന്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തൽ കൊണ്ട്. സുമ്മ അർളഹും അലൽ മലായിക എന്ന് പറഞ്ഞില്ല, ഇതാ ഇങ്ങനെ കാണിച്ചു കൊടുക്കില്ല. നമ്മളെന്താ പറയാ, ഡിസ്പ്ലേ എന്ന് പറയുന്നില്ലേ, കുറെ സാധനം ഇവിടെ ഉണ്ടെന്നിട്ട് കുറെ നെറ്റിന്റെ നോക്കുമല്ലോ. ഇതാണ് അറബ്. ബൈബൊന്നാക്കെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓറഞ്ചുണ്ട്, നാരങ്ങുണ്ട്, പത്തൊക്കെ ഇങ്ങനെ മുറിച്ചാൽ ചുവന്നുണ്ട്, ഇതെല്ലാം കാണിച്ചിട്ട് ഇതാണ് അറബ്. അപ്പൊ അതിനെ എനിക്ക് അവതരിപ്പിക്കൽ കൊണ്ട്, എന്റെ മേൽ അവതരിപ്പിക്കൽ കൊണ്ട് കാണിച്ചു തന്നു. അങ്ങനെന്തായി ലമ്മാന ജവാബ് വേണ്ടേ? സബറാകുന്ന ആ വിരി ഞാൻ എന്താക്കി പാറിച്ച് കീറിക്കളഞ്ഞു. എന്തിനെ തൊട്ടുള്ള സബറ്? അൻലസമി അർളിഹ, അതിന്റെ ഭൂമി ചുംബിക്കലിനെ തൊട്ട്. അപ്പൊ അന്ന് എന്ന് പറഞ്ഞാൽ എന്താക്കലും സാധനം ഒഴിവാക്കലെന്ന് പറയില്ലേ. സബറിന് ശേഷം അന്ന് പറഞ്ഞാൽ സബറുൻ അനിൽ മാസിയ, മാസിയത്ത് ഒഴിവാക്കിക്കൊണ്ടുള്ള സബർ. സബറുൻ അനൽ മാൽ, പൈസ കിട്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഇത് കൊണ്ട് ദൂർത്തടിക്കാൻ വേണ്ടി ഇവിടെ കുഴിച്ചിട്ടേ വേണ്ട. അപ്പൊ ഉണ്ടായിട്ടാണ് അല എന്ന് പറയുമ്പോൾ ഉണ്ടായിട്ടാണ്. അപ്പൊ ഇവിടെ എന്തായി? അതിന്റെ അറള്, ഈ അറള് നേരെ മറ്റൊന്ന് മടങ്ങുന്ന തൈബിയിലേക്കാണ്. അപ്പോൾ ആ തൈബന്റെ ഭൂമി ചുംബിക്കലിനെ തൊട്ട് നേരത്തെ സബറുണ്ടായിരുന്നു, അത് പറിച്ചു കളഞ്ഞു. അപ്പൊ അർളിഹാന്റെ ഗമീറും എന്താക്കണം, തൈബയിലേക്ക് മടങ്ങണമെന്ന് വരുന്നത്, സ്വർഗത്തിലേക്കല്ല. അതായത് തൈബ കാണലിനോട് കൂടുമ്പോൾ സബർ എഴുതിപ്പോയി. കാരണം മഹബൂബ് കൽബി, എന്റെ കൽബിന്റെ മഹബൂബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അസീദി സറാഹ, സറ എന്ന് പറഞ്ഞ ഭൂമി, ആ തൈബയുടെ ബഹുമാനപ്പെട്ട ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞു. ഹദീസ് സറാന്റെ സിഫത്ത് എന്താക്കി മൗസൂഫിലേക്ക് ലാഭത്താക്കി. സറാഹൽ അസീസ, ഏറ്റവും ബഹുമാനപ്പെട്ട ആ ഭൂമി എന്താക്കി ലാഭത്താക്കി. അതാണ് അതിന്റെ കാരണം പറഞ്ഞത്. വിഭാഗണ്ടില്ലേ, ഈ ആദ്യം പറഞ്ഞതിന്റെ ഇല്ലത്താണ് മഹബൂബ് കൽബി. അപ്പൊ തൗബ ഷരീഫ് എന്റെ കണ്ണിൽ എന്താക്കി, കാണലോട് കൂടിയിട്ട് എന്റെ സബറ് പോയി. കാരണം എന്റെ കൽബിന്റെ മഹബൂബ് ആ ഭൂമിയിലുണ്ട്. അതാണ് ഇതിന്റെ കാരണം, ഇല്ലത്ത്. ഇല്ലത്തും മാനൂരും തമ്മിൽ കൂട്ടിച്ചേർക്കാൻ പാവെടുത്തു യോജിപ്പും പോണ്ടേ. അതിൽ നമ്മ അന്ന് ഒരു ഇഷ്കാലായത് ബൈത്തിലി كسبت الخطايا ذاكرا يا أحمدي، فكيف ألاقيه بجنات سرمدي، وإني كما وصلت ذنبة عمودي، هجرت الطوقى وهجلة من محمد، فقد كان وصف مهجتي بطوقى، صلاة وتسليم وأزكى تحياتي على المصطفى المختار
خير البريات കസബത്തുൽ ഖതായ, ഖതിയത്തുകളെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചു. എങ്ങനെ? ദാകിറൻ നഹിയ അഹ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരോധിച്ച കാര്യം ഓർത്തുകൊണ്ട് തന്നെ. അപ്പൊ തഅമ്മദിന്റെ എന്തെന്നെ തങ്ങൾ വിരോധിച്ചതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഖതായകൾ സമ്പാദിച്ചു. ഇനി ഫകൈഫ ഉലാഖി, തങ്ങളെ എങ്ങനെ ഞാൻ കണ്ടുമുട്ടും? ബിജന്നാത്തി സറമതി, കാലകാലം താമസിക്കേണ്ടുന്ന സ്വർഗത്തിൽ ഇനി എങ്ങനെ തങ്ങൾ കണ്ടുമുട്ടുക? വഇന്നി, ഞാന് കമാ വാസൽതു ദംബ തഅമ്മുദിൻ, ബോധപൂർവമുള്ള ദമ്പിനെ എന്താക്കി തുടരെയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നതുപോലെ അജർതു തുഖ, തഖ്വാനെ ഞാൻ എന്താക്കി കൈയൊടിച്ചിട്ടുമുണ്ട്. അപ്പൊ പരസ്പര ബന്ധമുണ്ട്. തഖ്വാനെ കൈയൊടിക്കുമ്പോ എന്താകും? മസീത്ത് വരും, മസീത്ത് വരുമ്പോ തഖ്വാനെ കൈയൊടിക്കൽ വരും. എന്നിട്ടോ വാ ഖദിലത, എന്റെ നാണക്കേടെ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടുന്ന അവസ്ഥ കണ്ടിട്ട് എന്റെ നാണക്കേടെ. എത്തരത്തിൽ ഫഖദ് വകാന വസ്സാ മുഹ്ജത്തി, എന്റെ റൂഹിനോട് തങ്ങൾ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, ശക്തമായ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ബി തുഖാഹ, ആ നഫ്സിന് തഖ്വ വേണം, തഖ്വന്റെ കാര്യം കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് വസിയത്ത്? ഇതൊക്കെ പറഞ്ഞ റൂഹിനോട് തന്നെയാണല്ലോ പറയല്ലേ, അടി വെറും വണ്ടിയല്ലേ. അപ്പോൾ തങ്ങള് ശക്തമായ ഭാഷയിൽ തന്നെ തഖ്വ കൊണ്ട് വസിയത്ത് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ എന്താക്കി തഖ്വാനെ കൈയൊഴിച്ചു. അങ്ങനെ തുടർച്ചയായി തഅമ്മുദായ ദോഷങ്ങൾ ഒരുപാട് ചെയ്ത് ഇനി എങ്ങനെ കണ്ടുമുട്ടും? كنت موسيئا ضيع الذنب عمره به تركه عنكم لرؤياه أمره يقول ولو تمديح أحمد أمره هجرت في نفسي تعديت أمره عدمتك من نفس تريد شقاها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات وكنت جاناي مسيئا ഇസാഅത്ത് ചെയ്യുന്നവനായി, ദോഷങ്ങൾ ചെയ്യുന്നവനായി. എങ്ങനത്തെ? ദയ്യഅദ്ദംബു, ദോഷങ്ങൾ പാഴാക്കി കളഞ്ഞിരിക്കുന്നു. ഉംറഹു, അവന്റെ ഉംറിനെ, ആയുഷ്കാലത്തിനെ. ബിഹി, ആ ദോഷങ്ങൾ കാരണത്താൽ തർഫുഹു, അദ്ദേഹത്തിന്റെ കണ്ണ് മുസീയിലേക്ക് മടക്കുന്നു. മുസിയാർ ഞാൻ തന്നെ, ഞാനൊരു മുസിയാണ്. ആ മുസീന്റെ അവസ്ഥയെ പറയുന്നു. മുസീന്റെ സിഫത്തല്ലേ പറയുന്നത്? ഒന്ന് ബിഹി, ആ ദമ്പ് കാരണത്താൽ തർഫുഹു, ആ മുസീന്റെ കണ്ണ് അംറഹു, അംറഹു എന്ന് പറഞ്ഞാൽ മരിഹ എന്നതിന്റെ ഇസ്മു തഫ്ദീലാണ്, ആ ദമീറല്ല. ശേഷം വരുന്ന അംറഹു, അംറ് മുദാഫുൻ ഹു മുദാഫുൻ ഇലൈഹി അംറ്, ഇത് മരിഹ എന്ന ഒറ്റ വാക്കാണ്. അതിന് ഇസ്മു തഫ്ദീൽ എന്താണ്? അംറഹ്, അതായത് കണ്ണിന് മരുന്നിടാത്ത ആളുകൾ. കണ്ണ് തെളിയാൻ വേണ്ടിയിട്ട് സുറമയും മരുന്നെല്ലാം ഇടൂലേ, അതില്ലാത്ത ആക്കാൻ എന്താ പറയല്? മരിഹ. ഇസ്മു തഫ്ദീൽ അംറഹു. അപ്പോൾ അവന്റെ കണ്ണ് അംറഹാണ്. തർഫ് മുബ്തദ, അംറഹു അതിന്റെ ഖബർ. അപ്പൊ തർഫുഹു അംറഹു എന്തിനെ തൊട്ട് അംറഹാണ്? അൻ കുഹലി റുഇയാഹു, തങ്ങളുടെ കാഴ്ചയാകുന്ന സുർമയില്, കണ്ണിലിടുന്ന സുർമക്കും പറഞ്ഞു, കണ്ണിലിടുന്ന ഏത് മരുന്നിനും കുഹല് എന്ന് പറയുന്നു. കണ്ണിൽ ഉപയോഗിക്കാവുന്ന ഏത് മരുന്നിനും എന്താക്കും? കുഹല് എന്ന് പറയും. അപ്പൊ തങ്ങളുടെ കാഴ്ച എന്നുള്ളത് കണ്ണിന് ഒരു മരുന്നാണ്. അതിനെ തൊട്ട് അംറഹായി പോയി. എന്ത് കാരണത്താൽ? ബിഹി, ദോഷം കൊണ്ട്. അപ്പൊ എങ്ങനെ അർത്ഥമാ?
ബിഹി ദോഷം കൊണ്ട് അതെടുക്കട്ടെ. തർഫഹു ഈ മുസിയായ വ്യക്തിയുടെ കണ്ണ് അമ്രഹാണ് എന്തിനെ തൊട്ടിട്ട് അൻകുഹലി റൊയ്യാവും. അപ്പൊ അമ്ര വേറെയും ഭൂത നമീർ വരുത്തി നടക്കല്ലേ അമ്ര മരിയ അഫ്രഹ് എന്ന് പറയുന്ന പോലെ. ചുരുക്കത്തിൽ തങ്ങളെ കാണാൻ സാധിച്ചില്ല, അതുകൊണ്ട് കണ്ണിന് സോക്കേട് പോയില്ല എന്ന് പറഞ്ഞു വന്നു. എന്നിട്ടോ യഖൂലു അദ്ദേഹം പറയുന്നു, ഈ മുസീഹായ ആള്, വലോ തംദീഹു അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി മദ്ഹ് പറയാൻ അംറഹു അവരുടെ കാര്യമാണെങ്കിലും ഈ ലൗന് ശേഷം എന്താവും ഒരു കാനാന്ന് കൂട്ടിക്കൊടുക്കും. എന്നിട്ട് ആ കാനന്റെ ഖബറായിരിക്കും അപ്പുറം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ലൗകാന അംറുഹു മദ്ഹ് പറയാൻ അംറഹു ലൗവിന്റെ ആ ഒരു കളയപ്പെട്ട കാനാനെ കൂട്ടിക്കൊടുക്കുക. എന്നിട്ടോ തംബീഹ് അതിന്റെ ഇസ്മായി അംറഹു എന്ന ഖബറായി. അപ്പൊ വലൗകാന തംബീഹു അഹ്മദ അംറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അംറാണെങ്കിലും അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണെങ്കിലും അതുകൊണ്ട് എന്താകും പൂർണ്ണ അടങ്ങുന്നില്ല. പറയുകയാണ് ഹജർതുകി നഫ്സി, എന്റെ നഫ്സെ ഞാൻ നിന്നെ കൈയൊഴിക്കുകയാണ്. നഫ്സിനോട് മുമ്പ് ആക്ഷേപിച്ചു. എന്തുകൊണ്ട്? ലിമ തഅദ്ദൈതി അംറഹു, തങ്ങളുടെ കൽപ്പന നീ മറികടന്നെന്തുകൊണ്ട്? അതുകൊണ്ട് നിന്നെ എനിക്ക് വേണ്ട, നിന്നെ ഞാൻ കൈയൊഴിക്കുക. അതൊരു ദൂരത്താക്കുന്ന വാക്ക്, അത് മനസ്സിലായില്ല. അതിൻ തുക്കി നിന്നെ ഞാൻ ഇല്ലാണ്ടാക്കുന്നു. മിൻ നഫ്സിൻ, ഒരു നഫ്സിനാല്. എങ്ങനത്തെ നഫ്സ്? തുരീദു ശഖാഹ എന്നുകൊണ്ട് തുരീദു ശിഫാഹ എന്നും വിവാദമുണ്ട് അല്ല. അപ്പൊ മിൻ നഫ്സിൻ, ഒരു നഫ്സ്. എങ്ങനത്തെ നഫ്സ്? തുരീദു ശഖാഹ, ആ നഫ്സ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ശഖാവത്താ ഉദ്ദേശിക്കുന്നത് അല്ലെ. നിന്നെ വേണ്ട എന്ന് നഫ്സിനോട് ഞാൻ പറഞ്ഞു. ഇനി ഷിഫാഹ എന്ന് പറഞ്ഞാൽ ഇത് തുരീദുവിന്റെ മഫ്ഊലാണ് ഷഖ. ഷിഫാ എന്ന് പറഞ്ഞാൽ ഷിഫാഹ എന്നുണ്ടാവും. ആ നഫ്സിന്റെ ഷിഫാനെ ഉദ്ദേശിക്കുന്ന ഒരു നഫ്സായിട്ട് നിന്നെ ഞാൻ കണ്ടെത്തിക്കുന്നില്ല. അതെ, അത് മറ്റേ നമ്മ ഇപ്പൊ പുതിയ അടുത്ത തായത്തിൽ കാണുന്നില്ല, ഇത് ദോഷത്തിനായി പടക്കപ്പെട്ട ഒരു പടപ്പായി പോകുന്ന എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞില്ല. എന്റെ കളി കണ്ടാല് ദോഷം ചെയ്യാൻ വേണ്ടി അള്ളാഹ് പടച്ച ഒരു പടപ്പായിട്ടാണ് നിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നഫ്സിന്റെ ഷിഫാനെ ഉദ്ദേശിക്കുന്ന ഒരു നഫ്സ് ആയിക്കൊണ്ട് നിന്നെ ഞാൻ കണ്ടെത്തിക്കുന്നില്ല. അവിടെ പോ. അതിന് തുക്കി അതിമ ഇല്ലാണ്ടാക്കി. എന്നിട്ടാണ് മൂപ്പർ കലമ്പേത് നഫ്സിനെ. ലിമ തഅദ്ദൈതി അംറഹു, ഈ അമ്രത്താൻ മുനാഫിനെ അമ്രുഹു തങ്ങളുടെ അമ്രിനെ. جعلت اقتراف الذنب كسبا كأنه لديك أمور صالحة لأنه بقلبك ران الكسب أشبهكنه هلكت ففي الليل شفيعي فإنه ملاذ به ترجو العصاة نجاها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. നഫ്സിനെ മൂപ്പറിങ്ങനെ കുറ്റപ്പെടുത്തുന്നു. ദോഷങ്ങളെ പ്രവർത്തിക്കുക എന്നത് നീ ആക്കിയിട്ടുണ്ട്. കസബൻ, അതൊരു തൊഴിലാക്കി മാറ്റിയിട്ടുണ്ട്. വേറെ പണിയൊന്നുമില്ലാത്ത ദോഷം പ്രവർത്തിക്കുക നിന്റെ പണി. ഇതുപോലെ കഅന്നഹു, ഈ ദംബ് എന്നുള്ളത് ലദൈക്ക് നിന്റെ അടുക്കല് ഉമൂറൻ സാലിഹാത്തുൻ, വലിയ സാലിഹായ കാര്യമാണ് എന്നാണ് പ്രവർത്തിക്കല് കണ്ടാൽ. സാലിഹായ ഒരു കാര്യം നീ പ്രവർത്തിക്കുന്ന എന്നത് പോലെ നീ എന്തായി മഗ്റൂറായിട്ടുണ്ട്. ഇനി ലി അന്നഹു, അതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ട്?
റാനൽ കസ്ബു, ഈ ദോഷങ്ങളെ പ്രവർത്തിക്കാൻ എന്തായി കറ പിടിപ്പിച്ചിട്ടുണ്ട്. ബി കൽബിക്ക്, നിന്റെ കൽബിന് ഒരു റൈനുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ റൈനുണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്യും? പിന്നെ മോശമായ കാര്യങ്ങൾ ഹൈറായി തോന്നുന്ന ഒരു വ്യത്യാസം വരും. അശ്ബഹ കിന്നഹു, ആ കൽബിനുള്ള ഒരു കിന്ന് എന്ന് പറഞ്ഞ ഒരു മൂടി, ആ മൂടിനോട് തുല്യമായ സ്ഥിതി. ഈ റൈന് കൽബിന്റെ മുകളിലൊരു മൂടിയാക്കി വെച്ച് അഭിഷാവത്ത് എന്ന് പറഞ്ഞ മാതിരി അശ്ബഹ കിന്ന് അല്ല മക്കിനൂനാത്ത് മറച്ചു വെക്കപ്പെട്ട സാധനം കിന്നിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കും. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യം അല്ലാഹു തആല അറിയുന്നു. അക്കന്ന യുക്കിന്നു ഖുർആനിൽ അക്കിനാന് മിനൽ ജിബാലി അക്കിനാന, നിങ്ങൾക്ക് ശത്രുക്കളൊക്കെ വരുമ്പോൾ ഒളിച്ചിട്ട് കഴിഞ്ഞുകൂടാനുള്ള മലകളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു അപ്പോൾ കൽബിന്റെ ഒരു കിന്നിനോട് തുല്യമായ രീതിയിലുള്ള കറ എന്താക്കിയിട്ടുണ്ട്, പിടിപ്പിച്ചിട്ടുണ്ട്. അത് കാരണത്താല് ദോഷങ്ങളെല്ലാം സാലിഹായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് അതെന്താക്കി പ്രവർത്തിക്കല് പതിവാക്കിയിട്ടുണ്ട്. ഹലക്കത്തി, നീ ഹലക്ക്. അതുകൊണ്ട് എന്ത് വേണം? നീ ഓടണം. എവിടത്തേക്ക്? തങ്ങളെ ഹദ്റത്തിലേക്ക് ഓടിക്കും. അതുകൊണ്ട് അവരെ മലാദുൻ, അഭയകേന്ദ്രമുണ്ട്. ആ മലാദ് കൊണ്ട് തറജുൽ നുസാത്തു, ആസികൾ ആഗ്രഹിക്കും നജാഹ, അതിന്റെ രക്ഷാമാർഗം ആഗ്രഹിക്കും. വലൗ അന്നഹും അതിനല്ല, വലൗ അന്നഹും ഇളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ, എന്താകണം? അവിടെ പോകണം, പോയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഞങ്ങൾ ഇസ്തിഗ്ഫാർ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ എന്താകണം? ഫസ്തഗ്ഫിറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അപ്പൊ ദോഷികള് രക്ഷാമാർഗം ആഗ്രഹിക്കുന്ന മലാദ് അവിടെയുണ്ട്. അതായത്തോട് കൊണ്ടുപോയത് ഇതേ രീതിയിലാണ്. മുമ്പ് നഫ്സിനെ കുറ്റപ്പെടുത്തി നിന്റെ നാവിലിരുന്നതാണുള്ളത്, നിന്റെ കണ്ണിലിരുന്നതാണുള്ളത്, അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ് ഇങ്ങനെ പോയാൽ ഇവിടത്തേക്ക് എത്തും, മരിക്കണ്ടേ എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോഴാണ് ഒരു ഹാത്തിബ്, റജാഇന്റെ ഹാത്തിബ് എന്തെങ്കിലേക്ക് വന്നിട്ട് നീ ബേജാറൊന്നും വേണ്ട, നീ റൗദയിലേക്ക് പോയിക്കോ, അവിടെ പോയിട്ട് ഇന്നത് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് തങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. നമ്മളാ തായ്യത്തെ തങ്ങളെ മജിദാത്ത് ശമാരി നേരെ ഹിതാബിട്ടിട്ട് പറയുന്നത് 10 വരെയുള്ള മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം കൊണ്ട് നീ ഹലാക്കായിട്ടുണ്ട്, ഉടനെ ഓടിക്കോ. ندمت على الأوزار بعد إفاقتي فسرت إلى من ذاته العرش فاقتي جعلت خطيئتي إليه رفاقتي هربت في إفلاسي إليه وفاقتي بسطت يدا بالفقر منه غناها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات ندمت على الأوزار, കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഞാൻ ഖേദിച്ചു. എപ്പോഴും ബാദ ഇഫാഖത്തി, എനിക്ക് ഉണർവി വന്നതിന് ശേഷം. തയക്കുന്നുമ തനബൊക്കെ വരുമല്ലോ, അതിന് ശേഷം ഞാൻ എന്താക്കി ഖേദിച്ചു. ഫസിറത്തു, ഞാൻ സഞ്ചരിച്ചു ഇലാ മൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ആ മന്നാരാ തങ്ങൾ എങ്ങനത്താളാണ്? അവിടുത്തെ ദാത്ത് അർശിനെയും അതിന്റെ ഷറഫിൽ മറികടന്നിട്ടുണ്ട്. അർശ് എന്നുള്ള അള്ളാഹുവിന്റെ പടപ്പം സൃഷ്ടിയാണ്. പക്ഷെ സൃഷ്ടികളിൽ അഷറഫാരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അർശനാക്കാണ്
മേലെയില്ലേ? അപ്പൊ ഇലാമൻ ദാതുഹു ഫാഖത്തിൽ അർശ്, അർശിനെയും അതിന്റെ ഷറഫിൽ മറികടന്നു. അങ്ങനെ നബിയിലേക്ക് എന്താക്കി? ഞാൻ ചാഞ്ചരിച്ചു. പോകുമ്പോ എന്താ കൈമിലുള്ളത്? ജഅൽതു ഖത്യാതി ഇലൈഹി റുഫാഖത്തി, എന്റെ കൂടെ സഞ്ചരിക്കുന്ന റുഫാഖത്തുണ്ടല്ലോ, കൂട്ടുകാർ, അത് എന്റെ ഖത്തിയത്തെ എന്റെ കൂടെ ഉള്ളത്. ഹറബത്തു, ഞാൻ പേടിച്ചോടി, ഇലൈഹി, തങ്ങളിലേക്ക്, ബിഇഫ്ലാസി വഫാഖത്തി. അപ്പൊ ഹറബത്തു ഇലൈഹി ബിഇഫ്ലാസി വഫാഖത്തി എന്നെ തിരിച്ചു മറിച്ചിട്ടായി. ഇഫ്ലാസ് ഏതാണ്? കൈമലൊന്നുമില്ലാത്ത പാപ്പറാകലി, മുഫലിസാകലി. ഫാഖത്ത് എന്ന് ദാരിദ്ര്യം. അപ്പൊ എന്റെ ദാരിദ്ര്യത്തോടുകൂടിയും ഇഫ്ലാസോടുകൂടിയും ഞാൻ എന്താക്കി? ഓടി. ബസത്തു യദൻ ബിൽ ഫഖരി, ഫഖർ കൊണ്ടുള്ള, ഫഖറുമായി ബന്ധപ്പെട്ട കൈ ഞാൻ ഇങ്ങനെ പരത്തും. ഇനി ആ കൈമലെന്ത് കിട്ടും? മിൻഹു ഗിനാഹ, ആ കൈയിന് കിട്ടേണ്ട ഗിന തങ്ങളെ വക്കലിന് കിട്ടേണ്ടതാണ്. ആ പക്കത്രമാകുന്ന കൈയടം വെച്ച് വെച്ചിട്ടുണ്ട്, അതിന്റെ ഗിന എവിടെ കിട്ടണം? തങ്ങളെ വക്കല് കിട്ടണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ومن أخلص لله في سر حاله فمولاه هو المصطفى فرحا له يكون العلا والسعد ما بريحا لهم هنالك حتى الصالحون ريحا لهم ونفسي ما والله خبر رجاها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. يعني ومن أخلصوا ആരെങ്കിലും ഇഖ്ലാസാക്കി, ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇഖ്ലാസാക്കി. എന്തിന്റെ? അഖ്ലസൂന്റെ മഫ്ഊൽ വേണം, ഹാലഹു, അവരുടെ ഹാലിനെ ഇഖ്ലാസാക്കി. എപ്പോഴും ഫിസ്സിദ്ദി, രഹസ്യത്തിൽ. പൊതുവെ പ്രകടമാക്കേണ്ട ജനങ്ങളെ കാണാന്നല്ലേ ഉള്ളൂ. അപ്പൊ രഹസ്യമായി അവന്റെ സിറില് അവൻ അവരുടെ ഹാല് എന്താക്കി? അല്ലാഹു തആലക്ക് ഇഖ്ലാസാക്കിയിരുന്നു. എന്നാൽ അതിന് ജവാബുണ്ട്. വൽ മുസ്തഫ, അവരുടെ മൗലയായ അല്ലാഹു തആലയും വൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഫരിഹ, അവർ രണ്ടാളും സന്തോഷിക്കും. ഫരിഹ ഫരിഹ ഫരിഹൂൻ. ഫരിഹ ഫീല് വേറെ, ലഹും എന്നുള്ളത് ലാമ് വേറെ. മനസ്സിലായില്ലേ? ഫരിഹ ഫരിഹ, അപ്പൊ രണ്ടാളും. അപ്പൊ മൗലാഹും എന്നത് മുബ്തദിയാക്കിയിട്ട് വൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഫരിഹ, സന്തോഷിക്കുകയാണ്, ലഹും, അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവരോട് ഇതുണ്ടായി എന്നർത്ഥം. യകൂനുൽ ഉലാ വസ്സഅദു, ഉന്നതിയും വിജയവും, മാ ബരിഹാലഹും, മാ ബരിഹ എന്ന് പറഞ്ഞാൽ മാ ബരിഹ, വിട്ടുപോകാതെ അവിടെ തന്നെ നിന്ന്. ലൻ നബ്റഹ അലൈഹി ആകിഫീന, ആരോട് പറഞ്ഞ? ഇബ്രാഹിം അലൈഹിസ്സലാമിനോടല്ലോ. ലൻ നബ്റഹ അലൈഹി ആകിഫീന, നമ്മുടെ ഇവിടെ തന്നെ നിങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിവാക്കിയിട്ട് പോകുകയും ചെയ്യൂല. അപ്പൊ മാ ബരിഹ എന്ന് പറഞ്ഞാൽ വിട്ടുപോകൂല. മാ ബരിഹ ലഹും, അവരത്തുണ്ട്. ഈ വിലയും സഅദും അവരെ വിട്ടുപോകുന്നേ ഇല്ല. അതെ. അപ്പൊ മാ നഫി കൊടുത്താലും ബരിഹ എന്താണ്? മാസാല അവിടെ ഉണ്ടല്ലോ. മാസാല സാലന്റെ അവിടെ മാ കൊടുത്താൽ ആവുന്നല്ല അർത്ഥമുണ്ട്. മാ ബരിഹ, മാ ബരിഹാൻ ഏതിന്റെ ലമീരടുത്തേക്കാന്ന്? വിലയിലേക്കും സഅദിലേക്കും. വിലയും സഅദും അവരെ കൈയൊടിച്ചിട്ട് വിട്ടുപോകേ ചെയ്യൂല. നമ്മളെ റിഫാറത്തില് വൈത്തില്ലേ, കൊണ്ട് കൊച്ചാക്ക് തിരിച്ചുകൊണ്ട് ദേഷ്യം പിടിച്ചേ. എന്റെ മുമ്പെന്താ പരിഗണന?
ഒരു ബെയ്ത്തുണ്ട്, എല്ലാം കയ്യത്തും തെറ്റാന്ന് പാടുന്നതും തെറ്റാണ്. ഇപ്പം നമ്മുടെ പ്രത്യേകത്തിൽ അങ്ങനെയല്ല വണ്ടി കൊണ്ടുമ്പോ കൊണ്ടുപോണ്ടാച്ചല്ലേ നേതൃത്വത്തിന് ഇയാളെ വിളിക്കാൻ പാടില്ല. വിളിക്കണ്ട, അതിപ്പോ നെയ്ച്ചോട്ടിലെങ്കിൽ അപ്പോ ആദ്യം അലൽ മുദാജർ ആക്കാന്നതിന് മുമ്പ് ഒരു ബൈത്തുണ്ട്, ഞാൻ പറയാം. സലാമത്തിന്റെ അച്ഛനുള്ള ബൈത്തില്ലേ, അതിപ്പോ രാത്രിയില്ലേ. ഹുനാലിക, അവിടെ അടുത്ത നേരത്തെ പറഞ്ഞിട്ടുണ്ട് തൈബയിലേക്ക് പോടുന്നാണ് മുമ്പ് തുടക്കി പറഞ്ഞ. തൈബയിലേക്ക് ഓടിക്കോ ഓടിക്കോ അല്ലേ? ഹുനാലിക, അവിടെ സാലിഹീങ്ങളായവരെല്ലാം അവരുടെ റഹലുകൾ ഇറക്കി വെച്ചു. എന്നുവെച്ചാൽ ഒട്ടകത്തിന്റെ മേലെയുള്ള ചരക്കും കെട്ടും അതെല്ലാം താത്തു വെച്ച്. എന്റെ നഫ്സ് മാ ഖാബ റജാഹ, മാന്റെ അതുപോലെ ഏതാണ് ഖാബ, വല്ലാഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മാ ഖാബ റജാഹ ബററാഉഹാ എന്നുണ്ടാവും, അതിന്റെ ആഗ്രഹം ഖായിബായിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലത്തിലേക്ക് അവിടെ പോയാല് വനഫ്സി മാ വല്ലാഹി മാ ഖാബ റജാഹ, എന്റെ നഫ്സിന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും ഖായിബാകുകയില്ല എന്ന് പറഞ്ഞു. هوادي الهدى أصحاب أحمد أعرضوا عن الدار والأحباب هجرا وحرضوا على الغزو والأموال لله أقرضوا. هم السادة الأخيار بالمصطفى رضوا نبيا وبالله الكريم إلها. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. അസ്ഹാബിമാരുടെ മദ്ഹുകളാണ് അങ്ങോട്ട് പറയുന്നത് തിരോളം. ഹവാദി എന്ന് പറഞ്ഞാൽ ഹാദിന്റെ ജമ്മാണ് ഹവാദി. ഹാദി വഴികാട്ടുന്നവര്, ഹിദായത്തിലാക്കുന്നവര്, അതിന്റെ ജമ്മേത് ഹവാദി. അപ്പൊ ഹുദ, അപ്പൊ ഹുദാന്റെ ഹവാദികളായവര് വഴികാട്ടികളുടെയും വഴികാട്ടികളാണ്. ഹവാദിൽ ഹുദ, അതിന്റെ അത് മുബ്തദാണ്. അതിന്റെ ബദലാണ് നിങ്ങൾ ആരെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അസ്ഹാബു അഹമ്മദ, അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബിമാര്. അപ്പൊ അവർക്ക് രണ്ട് പേരാ കൊടുത്തേ. ഒന്ന് ഹവാദിൽ ഹുദ, അത് തന്നെയാണ് ആര്? അസ്ഹാബു അഹമ്മദ. എന്നിട്ട് അതിന്റെ ഖബറാണ് അഅറദൂ അനിദ്ദാരി, അവര് കൈമുടിഞ്ഞു, ഇറാദ് ചെയ്തു. അനിദ്ദാരി വൽ അഹ്ബാബ്, സ്വന്തം നാട്ടിനെ തൊട്ടും അവിടെയുള്ള ഹബാബിങ്ങളെ തൊട്ടുണ്ടാക്കി കൈയൊഴിച്ച് ഹാജിറൻ അറ്റ പിടിച്ചിട്ട് ഹിജ്റ പോയി. എന്നിട്ടോ വഹറദൂ അലൽ ഗസ്ബി, യുദ്ധത്തിന്റെ മേലിൽ അവർ പ്രേരിപ്പിച്ചു. അപ്പൊ രണ്ടായി. വല്ലമ്മാല അഖ്റദൂ ലില്ലാഹ്, അമ്പാല മുതലിനെ അഖ്റദൂ ലില്ലാഹ്, അല്ലാഹു തആല കടം കൊടുത്ത മന്നല്ലദീ യുഖ്രിദുല്ലാഹ വഅദമാദി, അല്ലാഹു തആല കടം കൊടുക്കുന്ന സദഖ ചെയ്തു. അതിനെ കടം കൊടുക്കുന്ന പറയുന്നത് കടം കൊടുക്കുന്നത് ഇങ്ങോട്ട് തിരിച്ചു തരും. അപ്പൊ നിങ്ങൾ കൈമന്നത് പോകുന്നില്ല. അപ്പൊ അസ്ഹാബിമാർ മൂന്ന് ചെയ്ത് എന്തല്ലോ. ഒന്ന് സ്വന്തം നാട്ടിനെ വിട്ട് ഏതാണ്ട് അഹ്ബാബിനെ തൊട്ട് ഹജ്റ, ഹറദൂ അലൽ ഗസ്ബി, വല്ലമ്മാല അഖ്റദൂ ലില്ലാഹ്, മൂന്ന് കാര്യം ചെയ്ത്. ഹുമുസ്സാദത്തുൽ അഖ്യാർ, അവർ ഏറ്റവും ഖൈറായവർ. അഖ്യാർ ഏറ്റവും ഖൈറായ അവരുടെ കൂട്ടത്തിലുള്ള സാദാത്യങ്ങളാണ്. സാദാത്തുൽ അഖ്യാർ മയാഖൂത്തിലില്ലേ, ഹുമുസ്സാദത്തുൽ അഖ്യാർ.
റളൂ ബിൽ മുസ്തഫ നബിയ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നബിയായി അവർ സംതൃപ്തരായിട്ടുണ്ട് അല്ലേ. വബില്ലാഹിൽ കരീമി ഇലാഹൻ. അപ്പൊ ഏതായി റദിയനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ബൈത്തിനുണ്ട് തിരിച്ചിട്ടുന്നേ ഉള്ളൂ. കരീമായ അള്ളാഹുവിനെ കൊണ്ട് ഇലാഹായിട്ടും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നബിയായിക്കൊണ്ടും അവർ സംതൃപ്തരാണ്, അവർ പൊരുത്തപ്പെട്ടവരാണ്. റളീതു ബില്ലാഹി, നമ്മൾ അതാണ് ചെല്ലുന്നത്, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബിമാരുടെ ഒരു മഹത്വമായി പറഞ്ഞു വന്നത്. ഇനി തീർന്നില്ല. وبالزهد والتقوى لباسا فجللوا رجوعا جافوا شوقا إليه وقللوا طعاما وشربا والكلام نزاها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. وقد تركوا دنياهم. അവരുടെ ദുന്യാവിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. എപ്പോഴ് മുൻദു ഹല്ലലു, ഹല്ലല എന്ന തഹ്ലീൽ ചൊല്ലി എന്നാണല്ലോ. സബ്ബഹ സുബ്ഹാനല്ലാഹി ചൊല്ലി, ഹംദല അൽഹംദുലില്ലാഹി ചൊല്ലി, കബ്ബറ അല്ലാഹു അക്ബർ ചൊല്ലി, ഹല്ലല തഹ്ലീൽ ചൊല്ലി. അപ്പൊ തഹ്ലീൽ ചൊല്ലൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് കൊണ്ട് വിശ്വസിച്ചു എന്നായി. ഇസ്ലാമിലേക്ക്. അപ്പൊ കലിമത്തു തൗഹീദ് കൊണ്ട് രണ്ട് കലിമത്ത് ഉണ്ട് അവിടെ, അത് രണ്ടും പെട്ട്. അപ്പൊ എന്താകും? ബഅദ പറഞ്ഞിട്ട് കൊല്ലു മുറാദ്. അതെ. അപ്പൊ രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയത് മുതൽ അവർ ദുന്യാവിനെ ഒഴിവാക്കിയിട്ടുണ്ട്, അവർ ലാഹിദീങ്ങളെ. എന്നിട്ടോ ഹറാമൻ അബൗഹു, ഹറാമായ കാര്യങ്ങൾ എന്താക്കി അവർ വിലങ്ങി. വൽഖമറ ഖദ്ദർനാഹു എന്ന് പറഞ്ഞില്ലേ ഖുർആൻ, വൽഖമറ ഖദ്ദർനാഹു. അപ്പൊ ഹറാമൻ അബൗഹു. പിന്നെ വൽ ഹലാല, ഹലാലിനെ ഫഹല്ലലു, അവർ ഹലാലാക്കി. അപ്പൊ ഹലാലിനെ ഹലാലാക്കുകയും ഹറാമിനെ വിരോധിക്കുകയും ചെയ്തു. വബിൽ സുഹുദി വത്തഖ്വ, സുഹുദ് കൊണ്ടും തഖ്വ കൊണ്ടും കണ്ട ലിബാസൻ, അവരെ വിരിപ്പായ രീതിയിൽ ഫജല്ലലു, അതുകൊണ്ട് ശരീരം മുഴുവനും മറച്ചു. അടി മുതൽ മുടി വരെ എന്താക്കും? തഖ്വയാകുന്ന സുഹുദാകുന്ന വസ്ത്രങ്ങളെ കൊണ്ട് അവർ പൊതച്ചു കളഞ്ഞു. ജല്ലല സതറു ബിലിബാസി തഖ്വ വസ്സുഹുദി. സുഹുദും തഖ്വയും ഒരു വസ്ത്രത്തിനോട് ഒമിച്ച്, എന്നിട്ട് അതിനെന്താക്കി? പൊതക്കലാക്കി. അപ്പൊ ചുരുക്കത്തിൽ അവരെ എല്ലാ കാലത്തിലും സുഹുദ് തഖ്വ ഇത് രണ്ടിൽ ആദ്യമായിട്ടുണ്ട്. ഇനി ഹുജൂഅൻ ജഫൗ, ഹുജു എന്ന ഉറക്കും, ജഫൗ അവർക്ക് അകന്നു. കയ്യൊളി തത്തജാഫാ ജുനൂബുഹും, എന്തിലേക്ക്? ശൗഖൻ ഇലൈഹി, തങ്ങളിലേക്ക് അല്ലെങ്കിൽ നബിയിലേക്ക് അല്ലെങ്കിൽ അള്ളാഹിലേക്ക് ആക്കാം. ശൗഖമായ രീതിയിൽ അവർ ഉറക്കിനെ ഉപേക്ഷിച്ചു. വഖല്ലലൂ തആമൻ, അവർ ഭക്ഷണത്തിനെ കുറച്ചു. വശുർബൻ, ഷുർബിനെയും കുറച്ചു. വൽ കലാമ, കലാമിനെയും കുറച്ചു. നസഹ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഇറാബ്. ഒന്നിക്ക് ഹാലി അല്ല തംയീസ് എന്നാണ്. ഹാലുൻ ഔ തംയീസ് എന്ന് പറഞ്ഞു. എങ്ങനെ? ഹാലാകുമ്പോൾ അവർ അതിൽ നിന്നെല്ലാം, അതിൽ നിന്ന് അനാവശ്യങ്ങളെ തൊട്ട് പരിശുദ്ധരായ രീതിയിൽ അമിതമായി ഉറങ്ങലില്ല, അമിതമായ താമില്ല, ഷറാബില്ല, കലാമില്ല. അപ്പൊ ഏതായി? അനാമ്, മനാമ്, താമ്, കലാമ് എന്ന് പറഞ്ഞ. അതെ. അല്ലെങ്കിലോ തമ്മീസാക്കാന്ന. എങ്ങനെ? അവരുടെ ജീവിതത്തിന്റെ പരിശുദ്ധതയാൽ നല്ല കുറച്ചു വെച്ചു. ഇനി وما ظلموا شيئا ولو كانوا طيبتي
وكم أسلفوه من صواليه طيبتي وما بذلونا عهدا كهم لشطيبتي هجوما لهم قد بان أعلام طيبتي فكان كما نال العطاش مياها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات وما ظلموا شيئا ഒരു വസ്തുവിനെയും അവർ ദുൽമ ചെയ്തിട്ടില്ല. അതിന് ഒരു മിസാല് വലൗക റുതൈബത്ത്, റുതുബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈത്തപ്പഴം അല്ലേ? അതിന് ചെറിയതിനെന്താ പറയും? റുതൈബത്ത് തസ്ഗീറാക്കിയിട്ട്. അപ്പൊ ചെറിയ ഈത്തപ്പഴ ചുളന്റെ കതിർ പോലും എന്താക്കിയിട്ടില്ല, ഒരു ശയും അവർ ദുൽമ ചെയ്തിട്ടില്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ എന്ന് പറഞ്ഞില്ലേ? ഒരു അണുമണി തൂക്കം അള്ളാഹുന്റെ പക്കൽ ദുൽമ വരൂല. എന്നിട്ടോ വകം അസ്ലഫൂഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവർ നേരത്തെ കൊടുത്തു. അസ്ലഫ എന്ന് പറഞ്ഞ കലയെ കൂട്ടി കൊടുത്തു, അഡ്വാൻസ് ആയിട്ട്. ഇതിൽ നിന്ന് മീൻ സവാലിഹി തയ്യിബത്തിൻ, അത് തഖീഫാക്കിയ തയ്യിബത്തിൻ എന്നുണ്ടാവും. അപ്പൊ തയ്യിബത്തായ സ്വാലിഹായ വസ്തുക്കളിൽ നിന്ന് എന്താക്കി അല്ലാഹു തആലക്ക് കലയെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. എത്ര കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ധാരാളം ധർമ്മം ചെയ്ത് തയ്യിബായ സാലിഹായ കാര്യങ്ങളെല്ലാം തയ്യിബത്ത്. അപ്പൊ തയ്യിബത്തിനെ തഖീഫാക്കി എന്നാൽ തയ്യിബത്ത് എന്ന് വായിക്കും. ഇനി പറയുന്നത് വമാ ബദലുന ഉഹദൻ. ബദൽ എന്ന് പറഞ്ഞാൽ മസ്തറ കൊടുക്കൽ, നമ്മളെ അതിന്റെ ഫായില്, ഉഹദൻ അതിന്റെ മഫ്ഊല്. അപ്പൊ നമ്മള് ഒരു ഉഹദ് മല കൊടുക്കല് എന്നതല്ല. അതാണ് ഉഹദത്തിന് അവരുടെ അനുഭവത്തിൽ ഏറ്റവും വലിയൊരു മലയാണ് ഉഹദ്. അപ്പൊ ഉഹദ് പോലോത്തത് നമ്മൾ കൊടുക്കലല്ല. കഹും അസ്ഹാബിമാർ കൊടുത്തതുപോലെയല്ല. അസ്ഹാബിമാർ എന്താ കൊടുത്തുള്ള ഈ സുതൈബത്തിന് എന്ന ചെറിയൊരു ഈത്തപ്പനന്റെ ചെടി. സുതൈബത്ത് സുതുബത്ത്, അത് ചെറിയ സിഗാറുന്ന ഈത്തപ്പനന്റെ ചെറിയ ചെടിയില്ലേ, അതാണ് അസ്ഹാബിമാർ കൊടുത്തത്. നമ്മൾ കൊടുത്തത് എന്ത്? ഉഹദ് മല എന്നാൽ തുല്യാവില്ല. അതല്ലേ മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾ എന്താക്കി ഭൂമി പറയാൻ കൊടുക്കുന്നു. അസ്ഹാബിമാർ ഒരു ചെയ്പ്പിടിയിൽ കൊടുക്കുന്നു, എന്നാൽ ഇതിനോട് എത്തൂല. അവരെ ഒരു മുദ്ദിനോട് നിങ്ങൾ ലോകം മുഴുവനും കൊടുത്താൽ എത്തൂല. അതവരുടെ പദവി വേറെ തന്നെ. അസ്ഹാബിമാരുടെ പദവിയാണത്. അവർ നിസ്സാരമായി കൊടുത്താൽ മതി. കാരണം ഒന്നുമില്ലാത്ത സ്ഥലത്ത് നട്ട് മുളപ്പിച്ചിട്ട് അതിന് ത്യാഗം ഭരിച്ചിട്ട് ബിൽഡിംഗ് ആക്കി തന്നത് ദീനുൽ ഇസ്ലാമില്ല. നമുക്ക് കയറി കൂടെ കൊണ്ടു നല്ല സുഖമായിട്ട് കഴിഞ്ഞ് കയറി കൂടിയാൽ മതി. ഇത് മനസ്സിലായില്ലേ? വമാ ബദലുന ഉഹദൻ കഹും ലിസുതൈബത്തി. അസ്ഹാബിമാര് ചെറിയ ഒരു ഈത്തപ്പന ചെടി കൊടുക്കുന്നത് പോലെ നമ്മൾ ഉഹദ് മല കൊടുത്താൽ ഒത്തൂല. എങ്ങനെയാന്ന് ഇതിൽ ഒപ്പിച്ചുണ്ടാക്കിയല്ലേ? എന്നിട്ടാണ് ഹുജൂമല്ലഹും ഖദ് ബാന അഅലാമു ത്വയ്ബത്തിൻ, ത്വയ്ബത്തിലുള്ള അഅലാമുകൾ അവർക്ക് വെളിപ്പെട്ട്, ആർക്ക്? അസ്ഹാബിമാർക്ക്. അപ്പൊ അവർ വെളിപ്പെട്ടപ്പോൾ, അപ്രതീക്ഷിതമായി വെളിപ്പെട്ടപ്പോ എന്താണ് അവരുടെ അവസ്ഥ? വകാന കമാ നാലൽ ഇതാശു, വല്ലാതെ ദാഹിക്കുന്ന ഒരാൾക്ക് കിട്ടിയ പോലെയായി, മിയാഹൻ വെള്ളം കിട്ടിയ പോലെ. വല്ലാണ്ട് ദാഹിക്കുന്ന ഒരാൾക്ക് നല്ല വെള്ളം കിട്ടിയാൽ എന്തായിരിക്കും സന്തോഷം എന്നതുപോലെയാണ് തൈബത്തിന്റെ ആലാം അവർ കണ്ടപ്പോൾ ഉണ്ടായത്. سخاوتهم صارت كسيل وصيب لهم حسن خلق للقلوب مطيب فلما نقوا عن كل فحش معيب هدوا لصراط
صراط مستقيم وطيب من القول يا طوبى ووهبناهم وها صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. സഖാവത്തുഹും അവരുടെ ഔദാര്യം സ്വന്തം കാര്യം നിർത്തിവെച്ചിട്ട് എല്ലാം കൊടുക്കലാണത് സഖാവത്ത്. സഖിയ്യ് അവരുടെ സഖാവത്ത്, അവരുടെ ഔദാര്യം സ്വാറത്ത് അതായിട്ടുണ്ട് കസൈലിൻ വെള്ളത്തിന്റെ ഒഴുക്കില്ലേ, മുകളിൽ നിന്ന് വെള്ളം ഇറക്കേണ്ട സ്ഥലത്തേക്ക് കുത്തിയൊഴുകും. അതാ ശൈല് പോലെയാണ്. സയ്യിബിൻ എന്ന് പറഞ്ഞാൽ സദാ സമയത്തും കോരിച്ചൊരിയുന്ന മഴ പോലെയാണ്. രണ്ടും ഉദ്ദേശം എന്താണ്? വർദ്ധനവിലാണ് അനുപമ. ഒന്നിക്ക് ശൈല് പോലെ അല്ലെങ്കിൽ സയ്യിബ് പോലെ. ലഹും ഹുസ്നു ഖുൽഖിൻ അവർക്ക് മഹത്തായ സ്വഭാവ മഹിമയുണ്ട്. അത് മുതയ്യിബിൻ ലിൽ ഖുലൂബ് കൽബുകളെല്ലാം തയ്യിബാക്കി മാറ്റിക്കളയും. ഹുസ്നു ഖുൽഖിൻ മുതയ്യിബിൻ ലിൽ ഖുലൂബ് കൽബുകളെ തയ്യിബാക്കി മാറ്റുന്ന ഹുസ്നുൽ ഖുൽഖുമാർക്കുണ്ട്, അസ്ഹാബിമാർക്ക് റളിയല്ലാഹു അൻഹു. ഫലമ്മാ നഖൗ അവർ പരിശുദ്ധരായപ്പോൾ എന്തിനെ തൊട്ട് അൻ കുല്ലി ഫുഹ്ശിൻ മുഅയ്യിബിൻ മനുഷ്യനെ അയ്ബാക്കി കളയുന്ന മോശമായ എല്ലാ പ്രവർത്തനങ്ങളെ തൊട്ടും അവർ പരിശുദ്ധരായപ്പോൾ അതിന്റെ ജവാബ് പറയുന്നു ഹുദൂലി സിറാത്തിൻ മുസ്തഖീം മുസ്തഖീമായ തരീഖിലേക്ക് അവർ ഹിദായത്ത് ആക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അമ്മ സാധാരണ ചോദിക്കും ആക്കിത്താക്കിത്താം ഒറാക്കി വഹുദൂ ഇല തയ്യിബി മിനൽ ഖൗലി ഖുർആനിലുണ്ടല്ലോ വഹുദൂ ഇല തയ്യിബി മിനൽ ഖൗലി വഹുദൂ ഇലാ സിറാത്തിൻ മുസ്തഖീം അതിന്റെ തയ്യിബ് മിനൽ ഖൗലി ആയത്തിലപ്പിച്ചതാണ് പറഞ്ഞത് വഹുദൂ ഇല തയ്യിബി മിനൽ ഖൗലി വഹുദൂ ഇലാ സിറാത്തിൻ മുസ്തഖീം. എന്തിനാണ്? ഇബ്രാഹിം സൂറത്തിൽ അയക്കണം നോക്കണം. ആയത്തിന്റെ കലിമത്തന്നെ ഒപ്പിച്ചതാ വഹുദൂ തയ്യിബി മിനൽ ഖൗലി സിറാത്തുൽ മുസ്തഖീമിലേക്കും അവർ ഹിദായത്തിലാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. യാ തൂബാ ലഹും എന്നാ പറഞ്ഞത്. അവർക്കുള്ള മംഗളമേ, അവർക്കുള്ള തൂബ കേട്ടോ. വാഹൽ വാഹ ഞാൻ അവരുടെ കാര്യത്തിൽ വല്ലാതെ അത്ഭുതപ്പെടുന്നു. വാഹൻ എന്ന് പറഞ്ഞ അത്ഭുത പ്രകടനത്തിനുള്ളൊരു കലിമത്തന്ന് വാഹൻ. ആ അതെ, നമ്മ പറയുന്നില്ലേ അവര് ആഘോഷിക്കല്. അത് ഇൻവെർട്ടർ ഉണ്ടാവില്ല. നാളെ പറഞ്ഞേ, നാളെ വരെ ഉണ്ടാവും. ഒന്ന് നല്ലൊരു മരിച്ച പോലെ പോലെ ആയിപ്പോയി. ഇപ്പം കേട്ടണമ്മ ഭാഗത്തിനൊരു ഇക്തിബാസാണ്. معاني كلام الله في القلب زبدكم وطاب لدى المولى خطاكم وعمدكم فلا فانظروا للعبد يرحمه كبدكم هتفت بكم يا سادتي أنا عبدكم دعوني خديما تأمرون شفاها صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. أنا سأمر خطابك لمرنين معاني كلام الله. الله من كلام معنى ഖുർആൻ ഫിൽ കൽബി കൽബിലെ സുബുദുക്കും അതിന്റെ കഴമ്പാൽ കഴമ്പിന്റെ ഒരു സാധനത്തിന്റെ സുബുദ് ഉള്ളിലുള്ള കാതലായ വശത്തിന് എന്ന് പറയും അത് സുബുദ്. മൗലാന്റെ അടുക്കല് തയ്യിബായിട്ടുണ്ട് ഖതാക്കും നിങ്ങളുടെ വാക്കിൽ നിന്നുള്ള ഖതിയത്തായി വരുന്നതും വഅംദുക്കും നിങ്ങളുടെ അംദും. കാരണം എല്ലാം അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു
അവരെ സഹി കൊണ്ടെന്നാക്കി അള്ളാഹു താല എല്ലാം കബൂലാക്കി അവരുടെ ഖത്താവും ഹംദും എല്ലാം പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, അലാ ഫൻദുറൂ ലിൽ അബ്ദി, ഈ അബ്ദിനെ കൊണ്ടൊന്ന് നോക്കണം. കണ്ടാ, യർഹംഹു എന്ന അബ്ദിനെ റഹ്മത്ത് ചെയ്യും, കബദുക്കും നിങ്ങൾ ആ തിരുനോട്ടം, നിങ്ങൾ ആ അനുഗ്രഹം ഉണ്ടല്ലോ, അതെന്താക്കും ഈ അബ്ദിന് റഹ്മത്തായിട്ട് വരും. ഹതഫ്തുബിക്കും, ഞാൻ നിങ്ങളെ വിളിച്ച് യാ സാദത്തേന്ന് വിളിക്കും. ആന അബ്ദുക്കും, നിങ്ങൾ എന്റെ സാദത്താണ്, ഞാൻ അബ്ദാണ്. അതുകൊണ്ട് ദഊനി ഖദീമൻ, എന്നെ ഒരു ഖാദിമായിട്ട് നിങ്ങൾ അവിടെ വിടണം. എങ്ങനത്തെ ഖദീമ്? തഅ്മുറൂന ശിഫാഹൻ, ശിഫാഹ് നേർക്ക് നേരെ മുസാഫഹത്ത്, നിങ്ങൾക്ക് ആരെ എന്നോട് കൽപ്പിച്ചു ഞാൻ എല്ലാം ചെയ്യും. മുസാഫഹത്ത്, ഷാഫഹ യുഷാഫിഹു, മുസാഫഹത്ത് അതിന്റെ മസ്റ ശിഫാഹ്. മുസാഫഹത്തായിട്ട് എന്ത് കാര്യമാണ് കൽപ്പിച്ചോ ഖാദിമായിട്ട് എന്നെ വിട്ടെ, ഞാൻ ചെയ്തോളാം. بسمتكم الأهداء أقيسوا وأقتدي ومن جودكم فيضا أنالوا وأنتدي وباسمكم بين الأسامي فأبتدي هداكم فدلوني إليه فأهتدي فألقى الذي فاق الخصائص جاء صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഇനി ബിശംതിക്കും, നിങ്ങളുടെ ജീവിത രീതി അഥവാ നിങ്ങളെ പക്കന്ന് കിട്ടുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ, നമ്മളെ മോഡൽ, ഒരു മോഡല്. അതാ എങ്ങനത്തെ മോഡലാന്ന്? അൽ-അഹ്ദ, ഏറ്റവും ഹിദായത്ത് ശ്രദ്ധിച്ച് ഹിദായത്തിന് പറ്റുന്ന നിങ്ങളെ ജീവിത മോഡല് ഞാൻ എന്താക്കും? അഖീസു, ഞാൻ ഖിയാസാക്കും ഇന്ന മോഡല്. വഅഖ്തദി, ഞാൻ അത് പിന്തുടരുകയും ചെയ്യും. അപ്പൊ അതിനെ അച്ചാക്കി വെച്ചിട്ട് അത് എന്റെ ജീവിതം ഞാൻ എന്താക്കും? വാർത്തെടുക്കും. വമിൻ ജോദിക്കും, നിങ്ങളുടെ ജോതിൽ നിന്ന് അനാലു, ഞാൻ കരസ്ഥമാക്കും. അന്തതി എന്ന് പറഞ്ഞാല് എനിക്കെന്താക്കും? ഓശാരമായിട്ട് കിട്ടിയ നദ, പാറിപ്പഴിയുന്ന മയക്കുറി നദ. അപ്പൊ ആ മഴ ഞാൻ കൊള്ളും. എന്റെ ഫൈലൻ, അതിങ്ങനെ കോരിച്ചൊറിയുന്ന രീതിയിൽ. വബിസ്മിക്കും, നിങ്ങളെ പേരിൽ നിന്ന് ബയൽസാമി, പേരുകളുടെ കൂട്ടത്തിൽ നിങ്ങളെ പേര് കൊണ്ട് ഞാൻ പദ്ധതി തുടങ്ങും എന്ന് പറഞ്ഞാൽ എനിക്ക് പേരിടുന്ന എങ്ങനെ? അസ്ഹാബിമാരെ പേരിടുക, ബദരീങ്ങളെ പേരിടുക, ആരെങ്കിലും ചടുകൊണ്ടുകൊണ്ട് പേരിടുന്നതിനെ കാണാം. പേരിടുമ്പോണ്ടാവില്ല ഒരു നബത്ത്. അപ്പൊ പേരുകളുടെ കൂട്ടത്തിൽ നിങ്ങളെ പേര് കണ്ടാൽ പിന്നെ അത് ബദരിയാണ് അല്ലെങ്കിൽ സഹാബിയാണ്, അവരുടെ പേര് നമുക്ക് രണ്ടുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ തുടങ്ങും. ഹുദാക്കും, നിങ്ങളുടെ ഹുദനെ, ഫദുല്ലൂനി, എന്നെ അറിയിച്ചു തരണേ, ഇലൈഹി, അതിലേക്ക്. അപ്പൊ ഹുദാക്കും എന്ന മുത്തദാന്റെ ഖബറായത് ഫദുല്ലൂനി ഇലൈഹി. ഫഅഹ്തദി, അപ്പൊ എനിക്ക് ഹിദായത്ത് കിട്ടും. മാത്രമല്ല ഹിദായത്ത് കിട്ടിയ ഫഅൽഖല്ലദി, ഒരു നബി ഞാൻ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലദി ആരാ? നബി. എങ്ങനത്തെ നബിയാണ്? ഫാഖ ഖസായിസ, ഫാസൽ ഖസായിസ, ഖാസായ ആളുകളെ മറികടന്നിട്ടുണ്ട്. ഖസായ ആളുകളെ നബിമാര്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, സാലിഹീങ്ങൾ, അതാണല്ലോ ഖാസ്. ആ ഖാസിനെ മറികടന്നു ജാഹിലായി. അപ്പൊ ഏതെല്ലാം ഖാസായ ആളുകൾക്ക് എന്തെല്ലാം ജാഹികളുണ്ടോ ആ ജാഹികളെല്ലാം എന്താക്കി തങ്ങൾ മറികടന്ന റസൂൽ പദ്ധതി പറഞ്ഞില്ല. वक्त दुआ है उम्मा पुख्त पतदी आगे अजब वक्त बड़ा है. പാട്ടത് കുറേയുണ്ട്. നിർമാറ റസൂൽ എന്ന പാട്ടിന്റെ പേര്. ഖാസാന റസൂൽ വഖ്ത ദുആ ഹേ ഉമ്മത്ത് ഫതരി ആഗെ അജബ് വഖ്ത് ബടാ ഹേ. എന്ന് പറഞ്ഞാൽ ഇതാകാം. ഖാസാന റസൂൽ, മുർസലങ്ങളാകുന്ന ഖാസായ ആളുകളിൽ നിന്ന് ഖാസായ നബിയെ, ഖാസയെ, അത് നബിയെ വിളിക്കുന്നു. ഖാസാന റസൂൽ, മുർസലീങ്ങളാകുന്ന ഖാസ്, അത് ബഹുവചന.
വഖ്ത ദുആയെ തങ്ങളോട് ചില കാര്യം അപേക്ഷിക്കുവാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട്. അതാ തുടങ്ങുന്ന ഉമ്മത്തുപ്പ തെരീ ഉമ്മത്തുപ്പ തങ്ങളുടെ ഉമ്മത്തിന്റെ മേലെ അജബ് ആക്കിയ വഖ്ത ബടാഹെ അത്ഭുതകരമായ അവിശ്വസനീയമായ ഒരു കാര്യം വന്നിട്ട് കാലം കുറെ അതിക്രമിച്ചു പോയി. തങ്ങളെ ഉമ്മത്തിന് വരേണ്ടതല്ലിലും അതാണ് അത്ഭുതം. തെരീ ഉമ്മത്തുപ്പ അജബ് വഖ്ത് അജബ് ആക്കെ വഖ്ത് ബടാഹെ സമയം കുറെ നീണ്ടുപോയിരിക്കുന്നു. നേപ്പാൾ പറയുന്നുണ്ട് जो दीन बड़ी शान से निकलाता वतन से परदेश में ओ आगे ഖരീബുൽ ഖുറബാ ഹേ. സ്വന്തം നാട്ടിലെ ഭൂമിയിലേക്ക് വേരൂന്നുകയും ആകാശത്തിലേക്ക് അതിന്റെ ഭാഗങ്ങളൊക്കെ തടച്ചുവിടുകയും ചെയ്ത് അടങ്ങനെ മുളച്ച് വളർന്നിരുന്ന പകർന്ന് പന്തലിച്ചിരുന്ന ഒരു ദീനെ ഇതെന്താക്കുന്ന അഭയാർത്ഥികളുടെ കേന്ദ്രത്തിൽ വിരുന്നുകാരനായി പോകേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. परदेश में आज गरीबुल गुरबा है जो दीनोवी बज़्म जहानी सचरान अब उसकी मजालिस मनबत्ती न दिया है. ലോകമാകുന്ന വലിയൊരു ബസ്മേ ജഹാൻ അവിടെ വലിയൊരു വിളക്കായി പ്രകാശം പകർത്തിയത്. ഇപ്പോൾ ആ വിളക്കിൽ എണ്ണയുമില്ല തിരിയുമില്ല, എണ്ണയുമില്ല തിരിയുമില്ല, പിന്നെ ഇങ്ങനെ വിളക്കെത്തുന്നു. അൽതാഫ് ഹുസൈൻ എന്ന് പറഞ്ഞ പദ്യം ദർബാർ റസൂൽ ഇത് മനസ്സിലായില്ലേ? അപ്പൊ പാക്ക ഖസായിസ് ഖാസായ ആളുകളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറികടന്നിട്ടുണ്ട്. ജാഹിനാൻ അങ്ങനെയുള്ള ആ നബിക്ക് കണ്ടുമുട്ടാനും കഴിയുന്നു. سماع وسعياكم شفاء لدائما بلي بارتياب موجب دائما مطايا سلام ساقهن خدائما هدايا سلام أرسل الله دائما إلى المصطفى المختار أحمد صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. سماع وصاياكم നിങ്ങളുടെ വസയ്യത്തുകളെ കേൾക്കലി ശിഫാഉൻ അത് ശിഫയാണ്. എന്തിന്റെ ഇർത്തിയാബ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരാളുടെ രോഗത്തിന്റെ ശിഫയാണ് നിങ്ങളെ വസിയത്ത് കേൾക്കൽ. ഇർത്തിയാബ് എന്താണ്? സംശയങ്ങൾ. റൈബിന്റെ ഇർത്താബ അതിന് മസ്തറങ്ങിലും ഇർത്തിയാബ്. അപ്പൊ സംശയം അതിന്റെ കൊണ്ട് ബലാലാക്കപ്പെട്ട വൃത്തന്റെ രോഗത്തിന് ശമനമാണ് നിങ്ങൾ വസിയത്ത് കേൾക്കൽ. മൂജിബുൻ ഷിഫാവിന്റെ വാക്യാണത്. അത് ഉണ്ടാക്കി തീർക്കുന്നതുമാണ്. ഇതിനെ ഇമാൻ ഒരാൾക്ക് ഹിദായത്ത് കിട്ടാൻ. എങ്ങനെയുള്ള ആളാണ്? മതായ സലാമിൻ സാഖഹുന്ന ഖദാഇമൻ. മാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഖദാഇമൻ നോക്കണം. തൻബീനെ ഇൽഹാറാക്കി സലാമിന്റെ മതായ അതിന്റെ വാഹനങ്ങളെ, സലാമിനെ ഒരു വാഹനമാക്കും. അപ്പൊ സലാമാകുന്ന വാഹനങ്ങളെ ഖാദിമായി കൊണ്ട് തെളിക്കുന്ന ഒരാൾക്ക് എന്താക്കും? തങ്ങളിലേക്ക് എത്താനുള്ള വഴികാട്ടുന്നതുമാണ്. സലാം ഒരു വാഹനം, എന്നിട്ട് അതിനെന്താക്കണം? ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകണം ഒരു ഖാദിമായിട്ട്. അവർക്ക് എന്താക്കണം? വഴി കാണണം എത്തേണ്ട സ്ഥലത്തേക്ക്. അന്ന് മറ്റിതൊന്നുമില്ല, JP എന്നാലും പറയില്ലേ? അതൊന്നുമില്ല. അതിനെ ഉണ്ടാക്കി തീർക്കുന്നതാണിത്. ഹദായ സലാമിൻ സലാമാകുന്ന ഹദിജകളെ അർസലല്ലാഹു ദായിമൻ കലാകാലം അല്ലാഹു തആല അയക്കട്ടെ ഇലൽ മുസ്തഫൽ മുഖ്താർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്. അഹ്മദ ത്വാഹ, തങ്ങൾക്ക് രണ്ട് പേരല്ലേ? അഹ്മദ് ത്വാഹ. എന്റെ ശിഫ അയിനല്ലല്ലോ, ഹംസല്ലത് അല്ല, അയിനുള്ളത് അതാ വായിക്കണം. ഷിഫാഖുൻ
അവിടെ അപ്പുറം ദാഹ് എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ. അപ്പൊ തങ്ങളെ സലാം അയച്ചു. വലാഖീബുഹാ ഫീ യുസ്രി ഹാലിൻ വസഅബിഹി വമാ സാറ ഖത്റുൽ ഗൈസ് മിൻ ബൈനി സുഹബിഹി ഹയ്യും ഫീ ഖായിം ബിറഹബിഹി ഇബാതു ലിൽ മൗലാ ലിആലിൻ വസഹബിഹി وعن كل من يتلو المديح جانبا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അപ്പൊ ഹദായ എന്ന് പറഞ്ഞില്ല, സലാമാകുന്ന ഹദിയകളെ അതിന്റെ കൂടെ ഉണ്ടാവണം. ഫീ യുസ്രി ഹാലിൻ വസഅബിഹി, പ്രയാസത്തിന്റെ അവസരത്തിലും എളുപ്പമുള്ള അവസരത്തിലും. യുസ്രഹാലി സഅബ് പ്രയാസങ്ങള്, അപ്പം സന്താപത്തിലും സന്തോഷത്തിലും എന്ന് പറയാം, എളുപ്പമുള്ള അവസ്ഥയിലും പ്രയാസമുള്ള കാര്യങ്ങളിലും. എന്നിട്ടോ യാക്കുബുഹ എന്റെ ഫായില് പറയണത്രേ, അതിനെ തുടർന്നുണ്ടാവണം. വമാസാറ ഖത്റുൽ ഗൈസി, മഴയുടെ തുള്ളികള് ഇങ്ങനെ ഇളകി വരുമ്പോ മിംബാനി സുഹബിഹദിന്റെ മേഘത്തിന്റെ ഇടയിലേക്ക് കൂടി. വമാ ആശ ഹയ്യുൻ, ജീവിച്ചിരിക്കുന്നതിനാണ് ജീവിച്ചിരിക്കുന്ന കാലത്തോളമാണ്. എന്തിനെ ഫീ റഖാഇൻ, സന്തോഷത്തോടെ ജീവിക്കുന്നു. ഫീ റഹ്ബിഹി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ റഹ്ബില്, തങ്ങളുടെ ആ മുറ്റമുണ്ടല്ലോ അവിടെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന ആൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളവും. അപ്പൊ മാതാകുന്നവരും മാതാവ് എന്ത് ഹിബാത്തുലില്ല, കണ്ട ഹിബാത്ത് തുടർന്നുണ്ടാവട്ടെ. അള്ളാഹുവിന്റെ മൗലായായ അള്ളാഹുവിന്റെ റിളയാകുന്ന ഹിബാത്തുകൾ ആർക്കുണ്ടാവണം? ഈ ആലിനും ഉണ്ടാവണം, അസ്ഹാബിമാർക്കും ഉണ്ടാകണം. വാൻകൊല്ലി മൻ യതുലുൽ മദീഹ, മദീഹികളെ ഓതുന്ന ആളുകളെ തൊട്ടും ഉണ്ടാവണം. അങ്ങനത്തെ നിബാഹൻ എന്ന് പറഞ്ഞാൽ നബീഹ് എന്ന് പറഞ്ഞാൽ ബോധമുള്ള ആളുകളാണല്ലോ നബീഹ്. അപ്പൊ കരീമ് കിറാമ് എന്ന് പറയും പോലെ എന്താകും? നബീഹ് നിബാഹ്, വലിയ ബോധവാന്മാരായ ആളുകൾ. അപ്പൊ ബോധവാന്മാരായ ആളായിക്കൊണ്ടിട്ട് മദിഹിനെ പാടുന്ന എല്ലാവരുടെ തൊട്ടും അള്ളാഹുവിന്റെ ഉണ്ടാവട്ടെ എന്നായി. മൗല. അപ്പൊ യാക്കൂബ് ഖാന്റെ വായില നടത്തിക്കൊണ്ടിരുന്നു. അത് ഇറാബ് മാറുന്നില്ല. എന്തുകൊണ്ട്? ഹിബാത്തു എന്നുള്ള ബൈത്ത് മത്തിന് മാത്രമാക്കിയ ഹിബാത്ത് മുബത്തദിയായി. ഹിദാത്തുൽ മൗല ലിആലി വസഹബിഹി അല്ലേ? ഇനി ബൈത്ത് തഖ്മീസിലേക്ക് കൂട്ടിയ യാക്കൂബ് ഖാന്റെ ഫായിലായാലും ഇറാബ് മാറിയിട്ടില്ല, റഫ്അന്നല്ലേ. അപ്പൊ അതിന് കൈത് കൊടുത്തതാണ് ഇത്, സന്തോഷത്തിന്റെ അവസരത്തിലും ദുഃഖത്തിന്റെ അവസരത്തിലും. അതുപോലെ മഴത്തുള്ളികൾ മേഘത്തിന്റെ അടിയിൽ കൂടി വീഴുന്ന കാലത്തോളവും തങ്ങളുടെ റഹബലി നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന കാലത്തോളവും അള്ളാഹുവിന്റെ റിളയാകുന്ന ഹിബാത്ത് ആലിനും സഹബിന്റെ മേലിലും മദഹ് ഓടുന്നവരും ഉണ്ടാവട്ടെ എന്നതൊട്ട് മൂപ്പർ സമാപിച്ചു. ഇനിയിപ്പോ 2 കാപ്പിയ ബാക്കിയുണ്ട്. അല്ലെങ്കിൽ ലാമും യാവും അലിഫ് ലാം